ബോബിക്സ് മാറി എന്ന പട്ടുനൂൽ പുഴുവിന്റെ കൂടാണ് നിർമ്മാണത്തിന്റെ അടിസ്ഥാനം. ത്തിന്റെ മേന്മ കൊക്കൂണിന്റെ ഇനത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. റീലബിലിറ്റിയും ഉൽപാദനക്ഷമതയും അതിനെ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് നല്ല കൊക്കൂണുകൾ ഉയർതരം പട്ടിന്റെ ആകരമായ റീലിംഗിന് ആവശ്യമാണ്. എല്ലാ കൊക്കൂണും ആദായകരമായ മുതലെടുപ്പിന് യോജിച്ച പലകിലും അപാകതകളും വന്നുവരാം. അത് ഉറപ്പുവരുത്തുന്നതിന് പൂർണ്ണ വളർച്ചയുള്ള ഒരേ വലിപ്പമുള്ള നല്ലയിനം കൊക്കൂണുകൾ നൂൽ ചുറ്റലിന് ഉപയോഗിക്കണം. ഇരിക്കുന്നതിന് മുൻപ് പരിശോധനയും തിരിക്കലും ഗുണവും നടത്തുന്നത് ആവശ്യമാണ്. ശ്രദ്ധ ചെയ്യേണ്ട ഒരു കാര്യമാണ്. രൂപാന്തരം വന്നതും കേടായതുമായ കൊക്കൂണുകളെ നല്ലവയിൽ നിന്ന് വേർതിരിക്കുന്നതാണ് പ്രവൃത്തി. കൊക്കൂണുകളിൽ ആവുന്ന പലതരം അപാകതകളെ കുറിച്ചുള്ള നല്ല അറിവ് വരും. അപാകതകളെ വിവിധമായി വിവരിക്കാം. ഇരട്ടകൾ, വലിപ്പമുള്ളവ, ഫ്ലോ കുറഞ്ഞത്, നിശബ്ദ, ദ്വാരം വീണത്, കറപുരണ്ടത്, അഴുക്ക് പിടിച്ചത് എന്നിവ. ഇരട്ട കൊക്കൂണുകൾ രണ്ട് പുഴുക്കൾ ഒരു കൂട് നെയ്യുമ്പോൾ ഉപയോഗിക്കുന്നതാണ്. വലിപ്പമുള്ളതാണെങ്കിലും കൊക്കൂണുകളെ ഉപയോഗിച്ച് നീണ്ടു തുടർച്ചയായ സമമായ സിൽക്കുനൂൽ ചുറ്റിയെടുക്കുക സാധിക്കുകയില്ല. എന്നാലും രണ്ടോ അഗ്രങ്ങൾ ചുറ്റ ചർക്കയിലോ കോട്ടേജ് ബേസിനിലോ പ്യോം സിൽക്ക് റീലിംഗ് ഉപയോഗിക്കാം. കൊക്കൂണുകൾക്ക് പുറമെ നൂൽ നിർമ്മാണ രംഗം മറ്റു പലതരം അപാകതകളും ഉണ്ട്. ഒരു ഭാഗത്തോ രണ്ട് ഭാഗത്തോ അഗ്രം നേർത്തിരിക്കുന്നതുകളും ഉണ്ടാകാം. കൊക്കൂണിന്റെ മധ്യഭാഗം നീങ്ങി നിറവയുമായിരിക്കും. ഇത്തരം കൊക്കൂണുകൾ ഇപ്പോൾ ഉടയാൻ സാധ്യതയുള്ളതുകൊണ്ട് ചെയ്യണം. കൊക്കൂണിനെ പുറമേ കാണാത്ര നേർത്ത് ഇലയോട് ചുറ്റിയ കൂടുകൾ ദുർബലമായ കൊക്കൂൺ റീലിംഗിന് യോജിച്ച വേഗിക്കുമ്പോൾ നിറഞ്ഞ് റീലിംഗ് ഉടഞ്ഞു പോകാനുണ്ട്. രണ്ടും മൂന്നും ുള്ള തോടുകളോടിയ കൊക്കൂണുകളുമുണ്ട്. ഇടവിട്ട് ഫിലട്ടുന്ന ഇത്തരം കൊക്കൂൺ റീലബിലിറ്റിയുമായി ബാധിക്കുന്നതിനാൽ ഇത് ഉപയോഗിക്കരുത്. ചില കൊക്കൂണുകൾ ഫ്ലാസ് ഒരു കവചം പോലെയാണെങ്കിലും അധികമായാൽ റീൽ ബാധിക്കും. ഇത്തരം കൊക്കൂണുകൾ പണ്ണിനും നായ്ക്കിനും ഉപയോഗിക്കാം. ഊസി കൊക്കൂൺ കൂടിൽ നിന്ന് പുറത്തു വരുന്നത് കൊണ്ടാണ് ഭാരമുള്ള കൊക്കൂണുകൾ വരുന്നത്. ടുപ്പിനും മാർത്തിക്കുന്നതിനുള്ള താമസം സിൽക്ക് പുഴു വരുന്നതിന് കാരണമാകും. ദ്വാരം വീണതും മായ കൊക്കൂണുകൾ തുല്യമായി വേഗിക്കുവാനും റീലിംഗിനും പറ്റില്ല. കൊക്കൂണുകളുടെ അകത്തും കറ ഉണ്ടാകാം. എത്താതെ വിളവെടുത്ത് നനവുള്ളതുമായ കൊക്കൂണുകളാണ് ഈ ദോഷ കാരണം. മുറിയതോ മൃതപ്പെട്ട പുഴുക്കളിൽ നിന്ന് വരുന്ന ദ്രാവകം ഇതിന് കാരണമായേക്കാം. നൂൽ പിരിമയത്തെ അധികാസ്ത്ര വിസർജനം കൊണ്ടും തുണികൾ കറപിടിക്കാം. ഇത്തരം ഗുണവും ചീയും ഭംഗിയുമുള്ള ലഭ്യമാക്കാതെ നല്ല സീലിംഗിന് ഉപയോഗിക്കരുത്. കൊക്കൂണുകളുടെ അവിചാരിതമായി അഴുക്ക് പറ്റുകയും കാര്യം ചെയ്യുമ്പോൾ വീഴുകയും ചെയ്യാം. അത്തരം കൊക്കൂണുകളെ വേർതിരിക്കണം. ശബ്ദ കൊക്കൂണുകൾ ഇയാലും ശബ്ദമുണ്ടാക്കും. അത്തരം കൊക്കൂൺ തിളക്കമില്ലാത്ത ഗുണം കുറഞ്ഞതുമായ സിൽക്രമേ തരൂ. ഇത് ഒഴിവാക്കണം. പൂർണ്ണ വലുള്ളതും ശുദ്ധവും കൊക്കൂണുകളിൽ നിന്ന് കേടായവ വേർതിരിശം ചുറ്റാൻ കൊക്കൂണുകളെ വലിപ്പമനുസരിച്ച് വീണ്ടും ഗുണനിർണയം ചെയ്യും. ഈ സമത്വ റീലിംഗിനും ഉയർപ്പാദനത്തിനും സഹായിക്കും. ഗുണനിർണയം കൈകൊണ്ട് ചെയ്യാം. വേർതിരിച്ച് നിർണയം ചെയ്ത ആയുധം പൂർണ്ണ വലുതുമായ നല്ല കൊക്കൂണുകൾ റീലബിലിറ്റിയും ഉന്നവർദ്ധനവും സുസാക്കുന്നു. സിൽക്കിന്റെ മേന്മ കൂടുന്നതോടൊപ്പം ബുദ്ധിമാനായ സിൽക്ക് റീലറുടെ ജ്ഞാനവും വർദ്ധിക്കുന്നു. പട്ടുകായത്തിന്റെ നട്ടരുതുന്ന പ്രധാനതയാണ് റീലിംഗ്. പച്ചപ്പട്ടിന്റെയും വിലയും ഇതിനെ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് യന്ത്രങ്ങളും അതിയോഗവും പൂർണ്ണതയോടും ആലോചനയും വിലയിരുത്തലുമാണ്. ത്തിൽ 4 പ്രത്യേകതരം നൂൽ റീലിംഗ് ഉപകരണങ്ങൾ ഉണ്ട്. ചർക്കയാണ് ഏറ്റവും സാധാരണയുള്ളത്. 50%-ലേറെ ഈ ഉപകരണമാണ് ഉണ്ടാക്കുന്നത്. എന്നാലും കൊണ്ടുള്ള നൂൽ ചുറ്റി ബുദ്ധിമുട്ടുള്ളതാണ്. സിൽക്കിന്റെ ഗുണവും കുറയ്ക്കും. ചർക്കയെ കുറച്ചുകൂടി
കാതയുള്ളത് കാട്ടേജ് ആണ്. പ്രവർത്തനം കുറച്ചുകൂടി പെട്ടതാണെങ്കിലും കൈകൊണ്ട് പിടിക്കേണ്ടതിനാൽ ഇത്ര പരിചയം വേണം. എന്നാലും നല്ല സിൽക്ക് കിട്ടിയെന്നു. ഓട്ടോമാറ്റിക്കിനെ സെമി ഓട്ടോമാറ്റിക് റീലിംഗ് യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ഏറ്റവും പട്ടുണ്ടാക്കുന്നത്. ഇന്ത്യയിൽ ഇത്തരം അനവധി യന്ത്രങ്ങൾ ഉപയോഗത്തിലുണ്ട്. ഈ ഇന്ത്യൻ വിപണിയിൽ കിട്ടുന്ന മൾട്ടീൻ കൊക്കൂണുകൾ കാണിച്ചത്. കൂടാതെ ഓട്ടോമാറ്റിക് റീലങ്ങൾ വളരെ കൂടിയവയുമാണ്. ഓട്ടോമാറ്റിക് റീലിംഗ് യന്ത്രം വിലയില്ലാത്തതും അന്താരാഷ്ട്ര നിലവാര ഒന്നാം തരം പറ്റുന്നതുമായ ഒരുമാണ് പുതിയ എൻഡ് റീലിംഗ് യന്ത്രം. വൈദ്യുതി പ്രവർത്തിക്കുന്ന ഈ റീലിംഗ് യന്ത്രം ബേസിന് വേണ്ട സമ്പന്നതയെ കാര്യക്ഷമത കൊണ്ട് പരിഹരിക്കും. വോൾട്ടീൻ കൊക്കൂണും എളുപ്പത്തിൽ ചുറ്റാം. സിൽക്കിന്റെ പോലെ തന്നെ ക്ഷമതയും ഉൽപാദനശേഷിയും ഗണ്യമായി വർദ്ധിപ്പിക്കും. പൂർണ്ണമായി അപകടരഹിതവുമാണ്. പുനരുദ്ധരിച്ച മൾട്ടി എൻഡ് നൂൽ ചുറ്റി യന്ത്രത്തിന് ജോലി എളുപ്പമാനും ഉൽപാദനവും ഗുണവും കൂട്ടുന്നതിനും വൈശിഷ്ട്യതകളുണ്ട്. ഇതിലെ സ്റ്റീൽ റീലിംഗ് 10 നൂൽ ഒരേ സമയം ചുറ്റാതിരിക്കുന്നു. വെള്ളം വാർന്നു പോകാൻ റീലിംഗ് മൃതപ്പെട്ട പുഴുവേണ്ടി പ്രത്യേക ഇതിലുണ്ട്. ഇതിലെ ജെറ്റ് ശക്തമായ ശേഷിയുള്ളതാണ്. റീലിംഗ് ബേസിനിലെ ത്തിന്റെ പരിധിയിൽ നിന്ന് 10 സെന്റിമീറ്റർ ഉയരത്തിലാണ് ഘടിപ്പിച്ചിട്ടുള്ളത്. ഒരു കാർഡ് കൊണ്ട് ഓടുന്ന ഇതിന് 100 RPM വേഗത തിരിയാൻ കഴിയും. പ്രധാനത്തിൽ നിന്ന് ജോലിക്ക് ശക്തി പകർന്നു കൊടുക്കുന്നത് ഒരു ബെവൽ ഗിയർ വഴി. ജെറ്റബോവിന്റെ ചലനം ഒരു ക്ലച്ച് ക്രമീകരണം വേർപെടുത്തുകയും ചെയ്യാം. ശരി അണിനിരത്തിയ ബട്ടൺ ഹോൾഡറുകൾ 10 നൂലഗ്രങ്ങൾക്കും ഇട്ടിട്ടുണ്ട്. ഒരു ടാവലുള്ള ക്രോഷ് കുറഞ്ഞ സമമായ വലിവ് ഉറപ്പുവരുന്ന ഇതിലുണ്ട്. നൂൽവലിവ് സ്വയം തടയുന്നതിന് പ്രത്യേകം റീൽ മോഷൻ സജ്ജീകരണമുണ്ട്. സുഗമ അൺവൈൻഡിങ്ങിന് പ്ലാനറ്ററി ട്രാവേഴ്സ് മെക്കാനിസം ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനം HE അഥവാ ലോൺ ഉപയോഗിച്ചാണ് ഇതിലുണ്ടാക്കുന്നത്. ഇതിന് 500 ഗ്രാം തൂക്കവും 38 സെന്റിമീറ്റർ നിശ്ചിത ചുറ്റളവും ലഭിക്കും. റീതി സമയത്ത് ചുറ്റാൻ പരമാവധി കുറഞ്ഞ തടസ്സം മാത്രം ആകുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. പുള്ളി നീക്കി റീലിന്റെ വേഗം വിഘമുള്ള കൊക്കൂണുകൾ യോജിച്ച 3 വ്യത്യസ്ത റീലതകളായ 150, 165, 80 RPM ഇതിൽ സാധിക്കും. വ്യത്യസ്ത വലിപ്പ നൂലുകളും ഇതിൽ ചുറ്റും. ഫ്രിക്സ് ഡ്രൈവ് സിൽക്കിന്റെ പ്രകൃതിയുള്ള എലാസ്റ്റിസിറ്റിക്ക് വരാതെ ടെൻഷൻ നിയന്ത്രണം ഇതിന്റെ എല്ലാ ഭാഗങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. യന്ത്രത്തിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം കടുപ്പം സ്റ്റീൽ കൊണ്ട് വ്യക്തമായും ഉറപ്പുള്ള നിർമ്മിച്ചതാണ്. പ്രകമ്പനങ്ങൾ ആവരണം ചെയ്യും. ശബ്ദവും അപകടവുമാണ് ഇതിന്റെ പ്രവർത്തനം. ഇതിന്റെ വ്യക്തമായ രൂപവും നിർമ്മാണവും മിര ഉറപ്പുവരുത്തുന്നു. ഈ വൈശിഷ്ട്യങ്ങളും മൾട്ടി എൻഡ് റീലത്തെ ഇന്ത്യൻ പരിധിക്ക് യോജിച്ച ഒരു വിവിധോപയോഗ യന്ത്രം. ഉൽശേഷി കൂടുതലാണ്, ഉൽപ്പന്നത്തിന്റെ ഗുണവും കൂടുതലാണ്. ഈ മൾട്ടി എൻഡ് റീലിംഗ് ചുറ്റിയാൽ ഇനം മൾട്ടി വോൾട്ട് കൂണും ബൈവോൾട്ട് കൂണും ഉയരം പട്ടുതരുന്നു. ഈ യന്ത്രത്തിന്റെ ലളിതമാണ്, പരിചയത്തിന്റെ ആവശ്യം കുറവുമാണ്. ഈ ലഭ്യവും ഉൽപാദനയും ഇതിൽ പട്ടിന്റെ മേന്മയും മൾട്ടി എൻഡ് യന്ത്രത്തെ വിലമതും ഇന്ത്യൻ പടിന് യോജിച്ചെന്നു. അന്താരാഷ്ട്ര നിലവാരമുള്ള സിൽക്കിന്റെ ഉൽപാദനം സത്യത്തിൽ എൻഡ് റീലിംഗ്. നൂൽ പരിപാടിയിൽ വലിയൊരു പാഴ്വസ്തുക്കൾ ഉണ്ടാകും. ഇവ ഇഷ്ടപ്പെട്ട പുഴു, തുടച്ചുമാറ്റിയ ഫൽ, പിന്നെ ഏറ്റാൻ കൊള്ളാത്ത കൊക്ക്.
ഈ വസ്തുക്കൾ പല രീതിയിൽ ഉപയോഗിക്കാവുന്ന വസ്തുക്കളാണ്. റീലർ നല്ലൊരു വരുമാനം എന്നതോടൊപ്പം ഉൽപാദനത്തിന്റെ ചെലവ് കുറയ്ക്കാനും സാധിക്കും. ചുറ്റാൻ പറ്റാത്ത കൊക്കൂൺ പാഴ്സാധനങ്ങൾ വളരെയേറെ ഉണ്ടാകും. ഇവയെ ഇരട്ട, ആയത്, ഫ്ലോപ്പ്, കറപുരണ്ടത്, അഴുക്കായത്, ദ്വാരണത് എന്നിങ്ങനെ പലതായി തരംതിരിക്കാം. ഇരട്ടൂണുകൾ വലുതാണ്, വൃത്തിയാക്കി നീണ്ട് സമമായ നൂലായി ചുറ്റുവാനുമല്ല. അത്തരം കൊക്കുകൾ ചർക്കയോ കോട്ടേജ് ബേസിനോ ഉപയോഗിച്ച് ഡ്യൂപോം സിൽക്കാൻ ഉപയോഗിക്കാം. ഇവിടെ 2 അഗ്രങ്ങളിൽ നിന്ന് ചുറ്റാം. ഡെനിയർ മുതൽ 300 വരയ്ക്കും. ഡ്യൂപോം സിൽക്ക് വസ്ത്രത്തിനും തുണി നിർമ്മാണ രംഗത്ത് ലോകമൊട്ടാകെ ഉപയോഗിക്കുന്ന നല്ലൊരു കൽച്ചരക്കാണ്. ഈയിടെ ഒറ്റക്കൊക്കും ഇരട്ടക്കൊക്കും കൂടെ ചേർത്ത് ഡ്യൂപോം സിൽക്ക് ഉണ്ടാകും. കൂർത്തതും മത്തിങ്ങിയതും കൂടുള്ളതും ഇരട്ട നിരയുള്ളതുമായ കളും ഇതിനുപയോഗം. ഡ്യൂപോം സിൽക്കിന് പോലും ഉപയോഗിക്കാൻ പറ്റാത്ത ദ്വാരം വീണതും മായ കൊക്കൂണുകൾ ഡീഗമ്മിങ് ചെയ്ത് കൈകൊണ്ട് നൂലുണ്ടാക്കാൻ ഉപയോഗിക്കാം. ഡ്യൂപോം സിൽക്കിനും കൈവിരിക്കുന്ന സിൽക്കിനും പട്ടുനൂൽ ശാലയിൽ ഉപയോഗിക്കാൻ പറ്റാത്തതുമായ കറപുരണ്ടതും അഴുക്ക് പിടിച്ചതുമായ ൂണുകൾ നിറമിച്ച് ആകർഷണീയ കരകൗശല വസ്തുക്കളാക്കാൻ ഉപയോഗിക്കുന്നു. ഇത്തരം ഉപയോഗത്തിലും ചുറ്റാമല്ലാത്ത കൊക്കൂണുകൾ ശരിയായി കൈകഴുകുകയും സംഭരിച്ചുകയും വേണം. നിന്നും പൂപ്പിൽ നിന്നും ഇവ സുരക്ഷിതമായി. തുടച്ചിടുന്ന വസ്തുക്കളും ഫ്ലാസ് സിൽക്കും മറ്റെല്ലാ റീലിംഗ് വസ്തുക്കളും ചേർന്ന് വലിയ അളവുണ്ടാകും. ഇത് ഉപയോഗിക്കൽ മുടി, പൊടി, ബീഡ്, സിഗരറ്റ് തുണി തുടങ്ങിയ അഴുക്കങ്ങളിൽ നിന്ന് സ്വതന്ത്രമായി സ്ഥലത്തിന്റെ അടുത്ത് വെക്കണം. അഴുക്കില്ലാത്തതും നിമായ ഫ്ലാസ് സിൽക്കിന് സ്പൺ സിൽക്ക് വ്യവസായത്തിലും നോയിൽ വ്യവസായത്തിലും ആവശ്യക്കാരുണ്ട്. ഇത് സ്പൺ സിൽക്കിൻ നോയിൽ സിൽക്കിന്റെ ഉൽപാദനത്തിനു വേണ്ടി പെടുത്തുന്നു. മൃതപുഴുവാണ് ശേഷമുണ്ടാകുന്ന അരിച്ച അവശിഷ്ടം. ഇത് എണ്ണ നിർമ്മാണത്തിന് ഉപയോഗിക്കും. എണ്ണയെടുക്കലിന് ശേഷം വരണ്ട അവശിഷ്ടം വളമായും ഉപയോഗിക്കാം. ഇത് മീനിനും പുഴിക്കും ഭക്ഷണം ഉപയോഗിക്കാം. ചത്തപ്പുഴുക്കൾ ഉണക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്. നനവുള്ള പുഴു ഇതിൽ ചീഞ്ഞു പോകും, ഉപയോഗശൂന്യം. അങ്ങനെ ചുറ്ററ്റാത്ത കൊക്കൂണും ചുറ്റൽ പാഴ്വസ്തുക്കളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് റീലർക്ക് ഇവയെ വിലപിടിച്ച ഉപ ഉൽപ്പന്നങ്ങളാക്കി പണം സമ്പാദിക്കാം. ഇത് നിർമ്മാണത്തിന്റെ ചിൽക്കുന്നതിന് പുറമെ ആദായകരമായ വ്യവസായം ആദായകരമാക്കി. വെള്ളം കൂടുതൽ ഉപയോഗിക്കുന്ന ഇനത്തിൽപ്പെട്ടതാണ് സിൽക്ക് നിർമ്മാണ കേന്ദ്രം. 1 കിലോ സിൽക്ക് ഉൽപ്പന്നത്തിന് 1 ലിറ്ററോളം വെള്ളം വരും. റീലിനുള്ള വെള്ളം വികാസത്തെയും ലയനത്തെയും ബാധിക്കുന്നത് അതിപ്രധാനം. റീലതയ്ക്കും സിൽക്ക് ലഭ്യം ഗുണത്തിൽ ഇതിന് നേരിട്ട് ബന്ധം. നൂൽ ചുറ്റുന്നവർ സാധാരണയായി കുഴൽ കിണറ്റിലെയോ പുഴയിലെയോ തടാകത്തിലെയോ വെള്ളത്തെ ആശ്രയിക്കുന്നത്. ഈ വെള്ളം ഉപയോഗിക്കുന്നത് പരിശോധിക്കും. റീലിംഗ് പറ്റിയതാണോ എന്ന രാസപ്രയോഗം കൊണ്ട് ഉറപ്പുവരുത്തുകയും ചെയ്യണം. റീലിംഗിന് ഉപയോഗിക്കുന്ന നിറമില്ലാത്ത, കരടില്ലാത്തതും മണമില്ലാത്തതും ഇരിക്കണം. തണുക്കുമ്പോൾ ഇതിന്റെ വില 6.8നും 7.4 ഇടയ്ക്കായിരിക്കണം. മൊത്തം കാഠിന്യം 50 മുതൽ 90 pm കൂടാനില്ല. pH വില നിർണ്ണയിക്കാൻ ഒരു pH പേപ്പറോ അഥവാ മീറ്ററോ ഉപയോഗിക്കാം. തണുത്തവയുടെ pH വില 6.8ൽ താണെങ്കിൽ പ്രതിവിധി സോഡ ആഷ് ഉപയോഗിക്കാം. pH വില 7.4 ആസിഡ് ഉപയോഗിക്കണം. വെള്ളത്തിൽ കാഠിന്യ നിയന്ത്രണം ആയതിനാൽ
പരീക്ഷണം വളരണമാണ്. കാഠിന്യം കണ്ടുപിടിക്കാൻ 100 cc വെള്ളം പിപ്പറ്റ് കൊണ്ടെടുത്ത് ഒരു 250 cc കോണിക്കൽ ഫ്ലാസ്ക് ചെയ്യണം. ഇതിൽ 2-3 വരെ cc അമോണിയ ബഫർ ചേർക്കണം. ഈ മിശ്രിതത്തെ എറിക്രോം ബ്ലാക്ക് ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് 0.02 LDTA ചെയ്യണം. ചുവപ്പ് നിറമുള്ള വെള്ളം നീല ചുവപ്പ് നിറമായുമ്പോൾ നിർത്തണം. മൊത്തം കാഠിന്യം അല്ലെങ്കിൽ കാൽഷ്യം കാർബണേറ്റ് ppm ഇക്കാണുന്ന മാതിരി കണ്ട കാഠിന്യം കണക്കിൽ വേണ്ടത്ര സോഫ്റ്റനിങ് ഏജന്റ് ചേർക്കണം. 105 ppm കാടിന് ലിറ്റർ 0.1 ഗ്രാം ജലീകരണ പദാർത്ഥം വേണ്ടി ജലകാഠിന്യമ്പോൾ ഇതിന്റെ കൂട്ടണം. അഴുക്ക് വെള്ളമാണെങ്കിലും ഓർഗാനിക്കോ ആയ പദാർത്ഥം അലിഞ്ഞിരിക്കുന്ന വെള്ളത്തിലും ആരുള്ള അഴുക്ക് കൽപ്പിക്കുന്ന വസ്തുക്കൾ ചേർത്ത് അരിക്കണം. പരീക്ഷ രാസപ്രയോഗം അരിക്കലും കഴിഞ്ഞാൽ ഈ വെള്ളം ഉപയോഗിക്കാം. രാസങ്ങളെല്ലാം ലളിതം, വേണ്ട രാസങ്ങളും എളുപ്പത്തിൽ വളരെ ചുരുങ്ങിയ പദ്ധതിയുമാണ്. pH കാഠിന്യവുമുള്ളവയെ ശുദ്ധി ഉപയോഗിച്ചാൽ പ്രവർത്തനക്ഷമത കൂടും, അപകടത കുറയുകയും ചെയ്യും. റീലിംഗ് എളുപ്പമാകും, ഉൽപാദനശേഷി വർദ്ധിക്കും, പട്ടിന്റെ ലഭ്യതയും കൂടുകയും ചെയ്യും.